ഗിൽഡിലെ പയ്യന്മാരൊക്കെ ഇനി ഒരു തന്നെ ഗിൽഡ് ടെസ്റ്റ് എടുപ്പിക്കാനുണ്ട്. ഇന്നാൾ ഒരുത്തം മറ്റേ കളിച്ച് അത്യാവശ്യം നല്ല കളിച്ച് ഫിക്സാന്ന് പറഞ്ഞൊരു പയ്യൻ കഴിഞ്ഞ ഗിൽഡ് ടെസ്റ്റിൽ. അപ്പോൾ ഒന്നും പാടെ കളിപ്പിക്കാന്ന് പറഞ്ഞിരുന്നവനെ. മെട്രിക്സ് ഓടെ മെട്രിക്സ് എടാ ഫിക്സിനെ വിളിച്ചാണ്ട് കളിപ്പിക്കാൻ എന്തായാലും. സൈറാക്കിനും വിളി. സൈറാക്കാണോ ഒന്ന് റൂമിട്ട് വിളിച്ചാൽ മതി. എടാ ബുക്കൂസി 1v4 തരുമെന്ന്. എടാ 1v4 ഒന്നും ഇല്ല മക്കളെ. ഇവനെ ഗിൽഡ് ടെസ്റ്റ് എടുപ്പിച്ചാട്ടോ ഒന്ന്. 1v4 റിയാക്ട് ചെയ്യാനുള്ള മൂഡില്ലട മുത്തേ. പയ്യന്മാരെ ഗിൽഡ് ടെസ്റ്റ് എടുപ്പിക്കാണ്ട് എന്തായാലും. ഐഡി തരുമോ ബ്രോന്റെ ആള് വേറെ ആണോ? ബ്രോയിന്റെ ഓള് വേറെ ആണ്, മനസ്സിലല്ലടാ. സൈറാക്സ് കേറി. എടാ ഒരാള് മാറിക്കൊടുക്കണം. 1v4 എന്തോ അത് ഗിൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ മക്കളെ. ഗിൽഡ് ടെസ്റ്റ് ആണ് നടത്താൻ പോണോ. ഓക്കെ, ഇവനെ നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മള് കളിപ്പിച്ചപ്പോ പയ്യനെ ഒരു കളി എടുത്ത് അത്യാവശ്യം നല്ല മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പാനിക് ആയിട്ട് എന്തായാലും പയ്യന് കളിക്കാൻ പറ്റില്ല. ഇന്നെന്തായാലും പയ്യൻ തിരിച്ച് എടുക്കുന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും ഷൻസി ബ്രോ. വലൈക്കും അസ്സലാം ബ്രോ. വലൈക്കും അസ്സലാം. മൈൻക്രാഫ്റ്റ് മൊബൈൽ ബെഡ്റോക്ക് ഇൻഡോ സർവർ. എടാ മൈൻക്രാഫ്റ്റ് സർവർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മള് ബോത്ത് സർവർ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, രണ്ടിലും പാടെ കയറാൻ പറ്റിയ സർവർ ഉണ്ടാക്കും എന്തായാലും ഉണ്ടാക്കുകയാണെങ്കിൽ. അല്ലാണ്ട് ഒന്നിൽ മാത്രം കളിക്കാൻ പറ്റിയ സർവർ ഉണ്ടാക്കൂലല്ലോ ബ്രോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പയ്യന്മാരുള്ള മൊബൈലിൽ കളിക്കണവരല്ലേടാ. ഞാനാണെങ്കിൽ PC-യിലും. അപ്പൊ നമ്മളെന്തായാലും രണ്ടും പാടെ ഉള്ള സർവർ ഉണ്ടാകും. 1v4 റിയാക്ഷൻ വേണ്ടവരൊക്കെ UP-യിൽ 50 രൂപ UP-യിലേക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങളെ ID ഇടുക. തുടങ്ങിയപ്പോ അടി തുടങ്ങിയ പയ്യൻ എന്തുവാടാ ഇത്? ഹാക്കോ മോനെ, ഗിൽഡ് ടെസ്റ്റ് ആയത്. ഗിൽഡ് ടെസ്റ്റ്. എടാ ബോഡി ഷോട്ട് അല്ലേ വെട്ടുകണ മെട്രിക്സ് ബോഡി ഷോട്ട് അല്ലേടാ നീ ഇട്ടുകണ നീ. എടാ ബോഡി ഷോട്ടിൽ വന്നിട്ട് 1 ടാപ്പ് പിടിച്ച് കളിക്കണ അവൻ. ഹാക്കർ തപ്പണം. ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തിട്ട് കയറ്റാൻ പറ്റുള്ള. കാരണം മുത്തേ ബോഡി ഷോട്ട് റൂമില് ഫുള്ള് ഹെഡ് മാത്രം അടിക്കണ പയ്യൻ. അത് നോക്കേ മുത്തേ, 3 ആള് OP ഹെഡ് ഷോട്ട് അടിച്ചിട്ടാണ് ഫസ്റ്റത്തെ കളി തല ഗിൽഡ് ടെസ്റ്റ് അവൻ എടുത്തു. നോക്കി ഇത്ര സിമ്പിൾ ആയിട്ട് എടുത്തവൻ. ഫെയർ ആണോന്ന് പറയാൻ പറ്റില്ല. ചെക്ക് ചെയ്യണം. ഇവന്റെ ഫോൺ എന്തായാലും ഡിസ്കോഡിൽ വിളിച്ച് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യണം. പാനലിൽ നിന്ന് എന്നെ ഒന്ന് കളിപ്പിക്കുമെന്ന്. ഹാക്കർ പാനൽ സെൻസി പാനൽ ബ്രോ. പാനൽ ഫുള്ള് ചാറ്റ് ഫുള്ള് പാനലാണല്ലോ. ഹാക്കർ നെക്സ്റ്റ് വീഡിയോ മക്കളെ. നാളത്തെ കണ്ടന്റ് ആയേ. ലൈവിൽ ഹാക്കർ വന്ന് ഗിൽഡ് ടെസ്റ്റ് കളിച്ചപ്പോൾ എടാ എന്തോടെ ഇവൻ കാണിച്ച് 3 അടി കളി കഴിഞ്ഞ്. ആദ്യമായിട്ട് ഒരു പ്ലെയർ വന്നിട്ട് ഗിൽഡ് ടെസ്റ്റിൽ ഫസ്റ്റത്തെ കളി എടുക്കണടാ. ലെഫ്റ്റ് കൂടി എനിമി വന്നത്. തിരുപ്പതി 1 ടാപ്പ് റെഡി 1 2. ഇല്ലടാ അവൻ ഇങ്ങോട്ട് ഗ്ലൂ ആയിട്ട് പോട്ടാൻ. അതാ ബാക്കിൽ അവിടെ എടുക്കണതാ കള്ളക്കൈത. മുത്തേ പയ്യ അത്യാവശ്യം കളിക്കുന്ന പ്ലെയർ ആട്ടോ. റൂമിലൊക്കെ വന്ന് ശരിയാണ് അടിയ പയ്യൻ. പക്ഷെ BR റൂമിൽ ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് കേട്ടോ. ഇന്നെ ഇതൊരുമാതിരി എന്തോ. എടാ സത്യം പറഞ്ഞ ബോഡി ഷോട്ട് പ്ലേ ആണിത്. ഇതിലെ 1 ടൈം മാത്രം അടിച്ചു. ബെസ്റ്റ് പോയതുണ്ട. ഇപ്പോ ഒരു ബോഡി ഷോട്ട് ഗിൽഡ് ടെസ്റ്റിൽ വന്നിട്ട് ഇവ ഇങ്ങനെ ഹെഡ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ പവറുകളൊന്ന് ആലോചിച്ച് നോക്കി മക്കളെ. ഇവൻ ആരുടെ റീസ്റ്റാറു. മെട്രിക്സിന് കിട്ടി 1 ഡൗൺ. ഓക്കെ, മെട്രിക്സ് നൈസ് മുത്തൽ. ഒന്നും പറയാനില്ല മക്കളെ. നൈസായിട്ട് പയ്യ പക്ക ഐക്യ വെച്ച് കളിക്കണം. ഓക്കെ, കറക്റ്റ് നമ്മളെ റീസ്റ്റാറൊക്കെ കളിക്കണ പോലെ നേരെ ഗ്ലൂ ചെറിയ ഭാഗം ഓപ്പൺ ആക്കി നേരെ മെട്രിക്സിന്റെ ഉള്ളിൽ കയറ്റി ഗ്ലൂ ഇട്ടുകയാണ് അപ്പം തന്നെ അടിച്ചു തീർത്ത്. ഇതാണ് മുത്തേ ഗെയിം പ്ലേ. ഇങ്ങനത്തെ പ്ലേയേഴ്സിനാണ് നമുക്ക് വേണ്ടത് ഗിൽഡിക്ക്. 3 റൗണ്ട് എടുത്താൽ മതി. 3 റൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ ചെക്കനെ ഗിൽഡ് കയറ്റി. നോക്കിയേ 3 റൗണ്ട്.
സോ കഴിച്ച നമ്മളെ ഫ്ലുക്സോ എടുത്തിരിക്കണം. ഓക്കെ, എന്തായാലും ഒരു കളി എടുത്ത് നമുക്ക് എന്തായാലും ലാസ്റ്റ് വരെ കണ്ടിരിക്കാം. എന്തായാലും ഒരു കളി എടുത്തോന്. ഓക്കെ, എന്തായാലും ലാസ്റ്റിലെ നോക്കാം. 3 റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പയ്യൻ എന്തായാലും ഗിൽഡ് കയറ്റാം. ബ്രോ എന്നെ കേട്ടോ ഗിൽഡില് 1v3 കളിക്കണം. നെമിക്സ് ആണ്. കേട്ടില്ല. നെമിക്സ് എഫക്ട് ആണ് കഴിഞ്ഞ പോയി അടിച്ച. അങ്ങനെ ആടെ സെറ്റാക്ക്. ടെസ്റ്റ് ചെയ്യാം. ഓ, അത് എന്റെ ഗിൽഡ് തന്നെയാണ് പൈററ്റ്സ് ക്രൂസ്. അങ്ങനെ അനാർക്കി ഒരു SMP മക്കളെ. അനാർക്കി വേണ്ടല്ലോ, SMP പോലെ സർവൈവൽ പോലെ SMP സർവർ ആണ് ഗൈസ്. എടാ അനാർക്കി വേണോ SMP വേണം? മൈൻക്രാഫ്റ്റ് സർവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് സർവർ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം? പെട്ടെന്ന് പറയും. നമ്മളെന്തായാലും സർവർ ഉണ്ടാക്കുമ്പോൾ എല്ലാവരോടും ചോദിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം എനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതോ, അതുകൊണ്ടാണ് ചോദിക്കണത്. SMP വേണോ? SMP മതി എന്ന് എല്ലാവരും പറഞ്ഞു. 3 ആൾക്കാർ SMP വേണം. SMP എന്ന് പറഞ്ഞ എല്ലാവരും സർവേയിലാകുമ്പോൾ കൂടുതൽ ഹരാവിടെ. നമ്മൾ കൂടുതൽ ആൾക്കാരുണ്ടാവുമ്പോളേ മുത്തേ ഞാൻ ഇൻ്റെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഞാൻ, ഇൻഫെർണോ, ഷാഡോ, നമ്മൾ 3 ആളുണ്ടാവും. ബാക്കി ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്കറിയില്ല. സോ നമ്മളെ വീട്ടിൻ്റെ അവിടെ എങ്ങാനും വന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുക്കാൻ നോക്കിയ പിന്നെ മുത്തേ SMP ഒക്കെ അനാർക്കി സർവർ ഓക്കെ, നമ്മൾ സർവറുകൊണ്ട് മാറ്റി പിടിക്കും. പിന്നെ അങ്ങോട്ട് അടി എല്ലാത്തിനും വെച്ച് കീറി തരുന്നു. എന്നെ ഒന്ന് കളിപ്പിക്കുമോ മക്കളെ? നമുക്ക് ഇപ്പൊ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടാ. നമുക്ക് എന്തായാലും നാളെ ഫുള്ള് ഗിൽട്ടസ്. ഇവൻ നമ്മൾ ഇതിന് മുന്നേ കളിപ്പിച്ചുകൊണ്ട് മറ്റേ എന്താ പറയാ, ഒന്നാമത് മറ്റേ മെട്രിക്സിന്റെ ഫ്രണ്ടാ. നമുക്ക് അറിയണ പയ്യനായതുകൊണ്ട് കളിപ്പിക്കാറുണ്ട് ഇവനെ. ബാക്കിൽ ഇനി എത്തിയ സൈറാക്കൊക്കെ വന്ന് പിടിക്കണതെല്ലാത്തിനും ശരിയാണ് സാധനം. വില്ലൻ എവിടെയായിരുന്നു? ഡോണ്ട് SMP പോലെ ആക്കുന്നു. ഡോണറ്റ് SMP ഇങ്ങനെ. എടാ എനിക്ക് സർവറിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. ആരെങ്കിലും അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇത് എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കിയ ഒന്നും ഒരു ഐഡിയ ഇല്ല. ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യേക്കാം. ഓക്കെ, മൈൻക്രാഫ്റ്റ് സർവർ ഉണ്ടാക്കാൻ അറിയണവര് ഗൈസ്, അട്രനോസിലല്ല പെയ്ഡ് സർവർ ഉണ്ടാക്കാൻ അറിയണവരൊന്ന് പറ. ഓക്കെ, ഫണ്ട് നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. ഫണ്ട് എന്തായാലും ഇപ്പൊ 200 രൂപ ഉണ്ട്. 200 രൂപ സർവർ ഉണ്ടാക്കി കൂടി വരൂ. പയ്യന്മാരെല്ലാരും പാടെ ഫണ്ട് അയച്ചെന്ന് 200 രൂപ ഉണ്ട്. എന്തായാലും 260 രൂപ. ശമ്പളം വന്നില്ലേ? ജാവയാണ് ബെഡ്റോക്ക്. എടാ രണ്ടും പാടാ, ജാവ പ്ലസ് ബെഡ്റോക്ക് രണ്ടും പാടെ വേണം. ജാവയും വേണം, ബെഡ്റോക്കും വേണം. അത് രണ്ടും പാടുള്ള ഒരു സർവർ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയോ ഗൈസ്? അതാണ് ചോദിക്കാനുള്ളത്. ഫിക്സ് പോലെ നൈസടാ. ഒരുത്തൻ നോക്കാണ്. വലിഞ്ഞ് കളിക്കടാ, ഹീൽ ചെയ്ത് കളിക്കണം. വലിഞ്ഞിട്ട് ഹീൽ ചെയ്യടാ. ബാക്കിലിടാ. എടാ ഹീൽ ചെയ്യടാ. മെട്രിക്സ് ഒക്കെ ലൈവ് നോക്കിയാണ് വരണേ ഫിക്സ് മോനെ. മെട്രിക്സ് ഒക്കെ വരും സെറ്റ്. എടാ നടുവ് പോയിട്ട് കവർ ചെയ്യ്. ഫുള്ള് കവർ ചെയ്യ്. എടാ കവർ ചെയ്ത് ഹീൽ ചെയ്യടാ. എടാ 360 അടിച്ച് കവർ ചെയ്തിട്ട് ഹീൽ ചെയ്യടാ. അത്രേ ഉള്ളൂ. ഗിൽ ടെസ്റ്റ് ആടാ. 200 രൂപ വേണമെങ്കിൽ നിന്നു. അപ്പൊ എല്ലാരും UP ലൈക്ക് എന്തായാലും നമ്മുടെ സർവർ മേടിക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നല്ല സർവറിന് മേടിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 8 GB സർവറൊക്കെ ഉണ്ടായി കളിക്കാൻ പറ്റൂലേ? തീർന്ന് മാട്രിക്സ് ഒക്കെ മുത്തേ ഒരു കളി അവൻ എടുത്തപ്പോ ചെക്ക മാട്രിക്സ് മുത്തേ. നമ്മളെ ഗിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞിട്ട് പറഞ്ഞ മെട്രിക്സ് ഓവർ പവേർഡ് ആണ്. ഓക്കെ, കാരണം നമ്മളെ ടീം ലാവയിൽ അജിനും മറ്റേ സ്പൈ ഒക്കെ എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലെ മുത്തേ നമ്മളെ BKZ ബ്രദേഴ്സിന്റെ ഗിൽ ടെസ്റ്റിൽ നമ്മളെ മെട്രിക്സിനെ ഇറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ആണ് നിങ്ങൾക്ക് ഏരാ. മെട്രിക്സിനെ കൊന്നു കഴിഞ്ഞാൽ ഈ കളി എടുക്കാൻ പറ്റും. ഓക്കെ, ബൈ സെൽ വേണമെന്ന് കേട്ടില്ലടാ. എന്ത് കഴിച്ചോന്നില്ലടാ? കഴിച്ചിട്ടില്ല. കഴിക്കണം. നൈസടാ മക്കളെ. മെട്രിക്സിനെ ആദ്യം തന്നെ എടുത്തു നോക്കേ. ബാക്കി 2 ആൾമാരുണ്ട്. മെട്രിക്സിനെ മുത്തേ ആദ്യം തന്നെ മെട്രിക്സിനെ എടുത്തു നോക്കേ. സോ ഈ കളി മുത്തേ ഇവ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ കളി ഇവനക്ക് ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എടുക്കാനുള്ളതിനുള്ള. ഓക്കെ, 2 തവണ സൈറാക്കുമ്പോഴുള്ള ഗൈസ്.
ഓക്കെ സൈറാക്കിന് ഓക്കെ 3 റൗണ്ട് കഴിച്ചത് ഒന്നും പറയാനുള്ള 2 കളി എടുത്തിരിക്കുക നമ്മളെ പയ്യൻ വന്നു പോയി ഓൺലി ഫിക്സ് ആ 2 കളി എടുത്തിരിക്കുകയാണ് ഒരേ ഒരു കളിമ്പാ എടുത്ത് കഴിഞ്ഞാൽ പയ്യൻ എന്തായാലും ഗിൽഡ് കയറ്റി നോക്കി ഗൈസ് മാക്സ് FF ഔട്ട് ജോയിൻ മക്കളെ ഞാൻ ഡിസ്കോഡിന്റെ ലിങ്ക് ഞാൻ മറ്റേ ചാനലിൽ പിൻ ചെയ്ത് വെക്കും ഓക്കെ ചാനലിന്റെ മെയിൻ പേജിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കേ വെയിറ്റ് ഡിസ്കോഡിന്റെ എന്തായാലും അല്ലാതെ ഡിസ്കോഡിൽ തരാം ഡിസ്കോഡിൽ ഐപ്പിയും കാര്യങ്ങളാണ് ഡിസ്കോഡിൽ തന്നെ ഇട്ടുതരാം പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാൻ വയ്യാത്തതുകൊണ്ടാണ് അതാകുമ്പോൾ എല്ലാവരും കൂടെ ഒപ്പാണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റയടി കണ്ട് പറഞ്ഞു തരാം മനസ്സിലായ കസ്റ്റമൈസ് ചാനല് വാട്സപ്പ് എടാ ഡിസ്കോഡിന്റെ ലിങ്ക് ഞാൻ ഇട്ടുകണ വെയിറ്റ് ചെയ്യാൻ എടാ ഡിസ്കൗണ്ട് ലിങ്ക് ഞാൻ ചാനലിന്റെ മെയിൻ പേജിൽ ഇട്ടുകണ ചാനലിന്റെ മെയിൻ പേജിൽ മോർ ഓപ്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും ഓക്കെ ഓക്കെ സെറ്റ് നൈസടാ മോനെ ഒരേ ഒരു കളിമ്പ എടുത്ത നമ്മളെ ഓൺലി ഫിക്സ് മുത്തേ നമ്മളെ ഗിൽഡ് കയറും ഓക്കെ BK സെറ്റ് ബ്രദേഴ്സിലെ ഇന്നത്തെ ന്യൂ എൻട്രി ആണ് നമ്മളെ ഫിക്സ് എൻട്രി ആവുമോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം 2 അലയുംപാട് ഓക്കെ 2 ആളിമ്പാട് എടുത്തു കഴിഞ്ഞാൽ പയ്യ നമ്മളെ ഗിൽഡ് കയറിയിരിക്കും ഓക്കെ ചാൻസ് ഉണ്ട് പയ്യൻ എന്തായാലും എടാ പൊട്ടത്തരം കാണിക്കാതെ കവർ ചെയ്താൽ ഹീൽ ചെയ്താൽ 1v1 ഉണ്ടോ നൂബ് ബുക്കൂസ് ചെയ്യുന്നു 1v1 ഒന്നും ഇല്ലടാ മുത്തേ ബ്രോ 50 UP ചെയ്താൽ കളിപ്പിക്കുമെന്നു 50 UP ചെയ്താൽ മുത്തേ 1v4 കളിപ്പിക്കാം അതാവുമ്പോ നമുക്ക് സർവർ ഉണ്ടാക്കാനുള്ള ഫണ്ടും കിട്ടും ഇങ്ങക്കാണെങ്കിൽ 1v4 റിയാക്ഷനോ മനസ്സിലായ അതുകൊണ്ടാണ് ഗൈസ് ഒന്നും തോന്നല്ലേ സർവർ ഉണ്ടാക്കാനുള്ള നമുക്ക് എന്തായാലും ഇപ്പൊ ഫണ്ട് വേണം സോ സർവർ ഉണ്ടാക്കല് നമുക്ക് നടക്കും നിങ്ങൾക്ക് റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷനും സെറ്റ് ആവും ബ്രോ ഇവന്റ് എന്താണ് ഇവന്റെ ലൊക്കേഷൻ ഉണ്ട് ആരെടുത്ത് ഇവന്റ് ഇല്ലോ പോടാ ലൊക്കേഷൻ ഒന്നും ഇല്ലടാ ഇത് തോന്നുകയാടാ മൈൻക്രാഫ്റ്റ് ഇടാൻ പറ്റുക മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും ഇവിടെ കളിക്കാൻ പറ്റിയൊരു ജാവ പ്ലസ് ബെഡ്റോക്ക് എഡിഷൻ സർവർ നമുക്ക് ഹോസ്റ്റും VPS കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഫണ്ട് ആവശ്യം സോ സെക്കൻഡ് ചാനൽ തുടങ്ങിയാണ് സെക്കൻഡ് ചാനൽ ഇടാം എല്ലാവരും പറഞ്ഞ മൈൻക്രാഫ്റ്റ് കളിക്കാം സോ ഈ നമ്മളെ ഗെയിമിൻ്റെ ലാഗിൻ്റെ ഇഷ്യൂ അതേപോലെ തന്നെ ഫുൾ ടൈം ഫ്രീ ഫയർ മാത്രമായി കഴിഞ്ഞാൽ ബോറടി ഇല്ലേ ബ്രോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ട സോ ഫ്രീ ഫയർ പോലും കളിക്കാൻ ലാഗുള്ള ഫോണുകൾക്ക് മൊത്തം മൈൻക്രാഫ്റ്റും കാര്യങ്ങൾ കളിക്കാൻ പറ്റിയ കുറേ ആൾക്കാരുണ്ട് പയ്യന്മാർ എടാ മെട്രിക്സ് കൊന്നറായാൻ പറഞ്ഞില്ല മെട്രിക്സിനെ കൊല്ലലാണ് ഇതിൽ ഗിൽ ടെസ്റ്റിലേക്ക് ഏറ്റവും ടാസ്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ മെട്രിക്സിന് എടുക്കാൻ നോക്കുക ഫസ്റ്റ് തന്നെ പോയി എങ്ങനെയും മെട്രിക്സിന് എത്ര ടാസ്ക് കിട്ടാണ് സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ മെട്രിക്സിന് എടുക്കാൻ നോക്കുക ഫസ്റ്റ് തന്നെ പോയി എങ്ങനെയും മെട്രിക്സിന് എത്ര ടാസ്ക് കിട്ടാണ് മെട്രിക്സിന് എടുക്കുക എന്നിട്ട് കവർ ചെയ്തിട്ട് ഹീൽ ചെയ്യുക എന്നിട്ട് മെല്ലെ മെല്ലെ കളിക്കുക അതാണ് ഈ ഗിൽ ടെസ്റ്റിൽ പറയാനുള്ളൂ ബുക്കൂസ് ബ്രോ നൂബ് ഉണ്ടോ നോമ്പില്ലടാ നോമ്പല്ലേന്നു സുഖാണ് മുത്ത അൽഹംദുലില്ലാ സുഖമായിട്ട് പോണു ബ്രോ നോമ്പില്ല ലേറ്റ് ആയിടാ നീക്കാൻ കുറച്ച് ലേറ്റ് ആയി ബ്രോ പിന്നെ അത്തായം വെച്ചിട്ട് പിന്നെ നമ്മള് കാര്യമില്ലല്ലോ ഗൈസ് ഞാൻ രാവിലെ അലാറൊക്കെ നീച്ച് ഫുഡൊക്കെ പോയി തിന്ന് നെയ്യത്തൊക്കെ വെച്ച് ക്ലോക്ക് നോക്കിയപ്പോൾ 6 മണി പിന്നെന്ത് പറയാൻ ഞാൻ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇരുന്ന് തിന്ന് അവിടെ അടക്കളയിരുന്ന് കണ്ട് ബുക്കൂസെ എന്റെ മൈൻക്രാഫ്റ്റ് നിങ്ങളുടെ കൂടെ കൂട്ടു 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ആടെ സാധനം പോലെ കൂട്ടറ മുത്തേ ഒരു ഡൗൺ ഇട്ടേ ഓക്കെ ഒരു ഡൗൺ ഇട്ടേ 2 ആളിമ്പാട് എടുത്താ മുത്തേ നമ്മളെ ഫിക്സന്റെ ഗിൽഡിലേക്കുള്ള എൻട്രി നമ്മൾക്ക് എന്തായാലും ഇന്ന് കുറെ കാലത്തിന് ശേഷം ഒരു പ്ലെയർ കയറാൻ പോണോക്കി ഒരു 100 എടാ അതെങ്ങനെ എടാ മെട്രിക്സിനാണ് കൊന്നത് മക്കളെ ഈ കളി എടുക്കാൻ ചാൻസ് ഉണ്ട് ഫ്ലുക്സോ മാത്രമേ ഉള്ളൂ മെട്രിക്സിനെയാണ് ആദ്യം കൊന്നുകള് സോ ഈ കളി മുത്തേ ഇവനക്ക് എടുക്കാനൊരു അവസരം ഇവൻ നോക്കി കളിച്ചു കഴിഞ്ഞാൽ ഇവനക്ക് എങ്ങനെയും ഈ കളി എടുക്കാം കാരണം മെട്രിക്സിനെയാണ് ഇവൻ ആദ്യം കൊന്നുകളെ ഇവ ചുമ്മാ ഹാക്ക് എന്ന് പറഞ്ഞോണ്ട് പിന്നെ മര്യാദ കളിക്കും സത്യം മോനെ ബോഡി ഷോട്ട് മാത്രം അടിച്ചു നോക്കിയേ 3 കളി എടുത്ത് നമ്മളെ സെക്കൻഡ് പുതിയ പയ്യൻ നോക്കി എന്തായാലും പയ്യനെ ഗിൽ ടെസ്റ്റും കാര്യങ്ങൾ എടുത്ത മുത്തേ എന്തായാലും പാസ്സായി ക്വാളിഫൈ ആയി ആദ്യമായിട്ട് ആ മുത്തേ ഒരു കളി കളിച്ചിട്ട് ചെക്കൻ പാസ്സായി വരണോക്കി
എനിവേ ബ്രോ വെൽക്കം ടു BK സെറ്റ് ബ്രദേഴ്സ് ബ്രോ. സോ ഗ്ലോറിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ചെക്കന്മാരെ കൂടെ ഒക്കെ ചില്ലായി കളിക്കുക. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടനെ നേരിട്ട് പറയാ, അല്ലെങ്കിൽ ലൈവിൽ ഒന്ന് പറയാ. ഓ ഇപ്പൊ ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ ഗ്ലൂ ഇടാൻ പോയതാ, പക്ഷെ ഗ്ലൂ കയ്യിലൊന്നുമില്ല, വെടി മാത്രം പോയി.